എറണാകുളം മരടിൽ നഗരസഭ വൃക്കരോഗികൾക്കായി നടത്തിവന്ന സൗജന്യ ചികിത്സാ സഹായ പദ്ധതി നിലച്ചു എന്ന പരാതി. പദ്ധതി നിലച്ചതോടെ രോഗികൾ ദുരിതത്തിലായി. 2012 സംസ്ഥാനത്തിന് തന്നെ മാതൃകയായി ആരംഭിച്ച പദ്ധതിയാണ് നിലച്ചത്. കുണ്ടന്നൂരിലെ സ്വകാര്യ ആശുപത്രിയുമായി ചേർന്ന മരടിലെ വൃക്കരോഗികൾക്ക് സൗജന്യമായി ഡയാലിസിസ് ചെയ്യുന്നതായിരുന്നു പദ്ധതി. പദ്ധതിയുമായി ബന്ധപ്പെട്ട കുടിശ്ശിക നഗരസഭ നൽകാൻ ഉള്ളതുകൊണ്ടാണ് ആശുപത്രി അധികൃതർ സൗജന്യ ഡയാലിസിസ് നിർത്തിയത്. 26 രോഗികൾ സ്ഥിരമായി ഡയാലിസിസ് ചെയ്തിരുന്ന പദ്ധതി നിലച്ചതോടെ വൃക്കരോഗികളെല്ലാം ദുരിതത്തിലായിരിക്കുകയാണ്. രോഗികൾക്ക് വളരെ ആശ്വാസകരമായിരുന്ന ഒരു പദ്ധതി നിലച്ചിട്ടും അതിന് പരിഹാരം കാണാൻ നഗരസഭാ അധികൃതർ തയ്യാറാകുന്നില്ലെന്നുള്ള ആക്ഷേപവും ശക്തമാണ്. 2022 വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് ധനസഹായം നൽകുന്ന പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയെങ്കിലും 1.5 വർഷം കഴിഞ്ഞിട്ടും ഈ പദ്ധതി നടപ്പിലാക്കാൻ ഭൂരിപക്ഷ തദ്ദേശ സ്ഥാപനങ്ങളും തയ്യാറായിട്ടില്ല. സർക്കാരിനൊരു ഗവൺമെന്റ് ഒരു ജിയോ ഉണ്ട്, 2022 ഇറങ്ങിയതാണ്. ഏത് ഹോസ്പിറ്റലിൽ ഡയാലിസിസ് ചെയ്യുന്നതോ അവിടെ മാസം 4000 രൂപ കൊടുക്കണമെന്നുള്ളത്. അപ്പോൾ അത് സ്വന്തമായിട്ട് ഞാനത് മുനിസിപ്പാലിറ്റിയിൽ അപേക്ഷ കൊടുക്കുകയും ചെയ്തു. നാളെ ഇതുവരെ അതിൻ്റെ ഒരു ആക്ഷൻ ഇതുവരെ വന്നിട്ടില്ല. ഒരാൾക്ക് 4000 രൂപയിൽ കൂടുതൽ ഒരു മാസം കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് DPC ഞങ്ങൾ കൊടുത്ത പ്രൊജക്റ്റ് തള്ളി. അങ്ങനെയാണ് ഞങ്ങളത് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള കോർഡിനേഷൻ കമ്മിറ്റിക്ക് ഞങ്ങളിത് കൊടുക്കുകയും കോർഡിനേഷൻ കമ്മിറ്റിയും ജില്ലാ പഞ്ചായത്ത് നടത്തുന്ന 4000 രൂപ കൂടുതൽ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തീരുമാനം വന്നത്. അങ്ങനെയാണ് ഒരു 6 മാസത്തോളം നമുക്ക് ആ പദ്ധതി അവിടെ ആ മൊത്തം മരവിച്ച് പോയെന്നൊരവസ്ഥ. മുഖ്യമന്ത്രിക്കും തദ്ദേശ വകുപ്പ് മന്ത്രിക്കും ഉൾപ്പെടെ പരാതി നൽകിയിട്ടും നടപടിയുണ്ടായിട്ടില്ലെന്ന പരാതിയുണ്ട്. വിവിധ ആവശ്യങ്ങൾക്കായി വാർഷിക പദ്ധതികൾ ഉണ്ടാക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വൃക്കരോഗം കൊണ്ട് ദുരിതമനുഭവിക്കുന്നവരെ കൂടി പരിഗണിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മീഡിയ 1 കൊച്ചി.